കാട്ടിൽ വെച്ച് കാറിന്റെ ടയർ പഞ്ചറായാൽ വൈക്കോലോ മരക്കഷ്ണങ്ങളോ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്നറിയാൻ ആദം മനഃപൂർവ്വം ഒരു ടയർ പഞ്ചറാക്കി വൈക്കോൽ നിറച്ചു. എന്നിട്ട് വൈക്കോൽ നിറച്ച ടയർ പരീക്ഷിക്കാൻ കാർ കഠിനമായ ഭൂപ്രദേശത്തേക്ക് ഓടിച്ചു. ടെസ്റ്റിൽ സ്പീഡ് ബമ്പുകളും ചെളി നിറഞ്ഞ കുഴികളും ഉണ്ടായിരുന്നു. കുറഞ്ഞത് മണിക്കൂറിൽ 30 മൈൽ വേഗതയിൽ സ്പീഡ് ബമ്പുകളും ചെളി നിറഞ്ഞ കുഴികളും വെള്ളം നിറഞ്ഞ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ടയർ നന്നായി പിടിച്ചു നിന്നു. സാധാരണ പോലെ പ്രവർത്തിച്ചു. എല്ലാത്തരം ഭൂപ്രദേശങ്ങളിലും ഇത് സാധാരണ പോലെ പ്രവർത്തിച്ചു. ഇതുപോലുള്ള വൈക്കോൽ ഉപയോഗിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാനും നേരെ റിപ്പയർ ഷോപ്പിലേക്ക് ഓടിക്കാനും സഹായിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അടുത്തതായി അവർ മരത്തടി രീതി പരീക്ഷിച്ചു. അവർ പഞ്ചറായ ടയറിനടിയിൽ ഒരു മരക്കഷണം വെച്ച് കയർ ഉപയോഗിച്ചുറപ്പിച്ചു. ഇതെത്ര നന്നായി പ്രവർത്തിക്കും? അവർ മുമ്പത്തെ അതേ റോഡിൽ ഇത് പരീക്ഷിച്ചു. ആദ്യം എല്ലാം നന്നായി തോന്നിയെങ്കിലും കാർ സ്പീഡ് ബമ്പിൽ ഇടിച്ചപ്പോൾ മരം കുടുങ്ങി. അതായത് മരത്തടി വിശ്വസനീയമായ പരിഹാരമായിരുന്നില്ല. പിന്നീട് അവർ ഒരു പുതിയ രീതി പരീക്ഷിച്ചു. മരം ടയറിന്റെ ആകൃതിയിൽ മുറിച്ച് കാറിൽ നേരിട്ട് ഘടിപ്പിച്ചു. മരം കൊണ്ടുള്ള ടയർ ഏറ്റവും ഫലപ്രദമായ ഫിക്സ് ആയിരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇത് സ്പീഡ് ബമ്പുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു. ഉയർന്ന വേഗതയിൽ കുഴികളിലൂടെ പറന്നിട്ടും ഒരു പ്രശ്നവും ഉണ്ടായില്ല. മരം കൊണ്ടുള്ള ടയർ ഉറച്ചതായിരുന്നു. വാസ്തവത്തിൽ ഒരു മരം കൊണ്ടുള്ള ടയർ താൽക്കാലിക സ്പെയറായി ഉപയോഗിക്കാമെന്ന് ടെസ്റ്റ് തെളിയിച്ചു.